നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ദിഖിനെതിരെ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ ഹോട്ടൽ ജീവനക്കാരെയും പരാതി പറഞ്ഞിരുന്നത് യുവനടി രേവതി സമ്പത്ത്. ഹോട്ടൽ ജീവനക്കാരികളോടും മോശമായാണ് സിദ്ദിഖ് പെരുമാറിയതെന്നും രേവതി പറഞ്ഞു. സിദ്ദിഖിന്റെ രാജിക്ക് പിന്നാലെയാണ് പ്രതികരണവുമായി രേവതി എത്തിയത്. സിദ്ദിഖിനെതിരെ കേസ് നൽകുന്നത് ആലോചിച്ച ശേഷം മാത്രമായിരിക്കുമെന്നും നീതി ലഭിക്കുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കണമെന്നും രേവതി പറഞ്ഞു. ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ഒറ്റപ്പെട്ടു പോകരുത്, പിന്തുണ വേണം. സിദ്ദിഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ട്. കേസുമായി മുന്നോട്ടു പോയാൽ കരിയറിൽ തലവേദനയാകുമെന്നും രേവതി സമ്പത്ത് കൂട്ടിച്ചേർത്തു. സിദ്ദിഖ് അക്രമിയാണെന്നും സിനിമയിൽ നിന്ന് വിലക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാജീവ് വൈകിയതിന് പിന്നിൽ ചില തന്ത്രങ്ങളുണ്ടെന്ന് സംശയിക്കുന്നു. സിദ്ദിഖ് നിഷ്കളങ്കനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. നിരവധി പേരുടെ സ്വപ്നങ്ങൾ ചവിട്ടി തകർത്തുണ്ടാക്കിയ പദവിയാണ് സിദ്ദിഖിന്റേത്. ഇനിയും അദ്ദേഹത്തിന് അവസരം നൽകാൻ ഇവിടെ ആളുണ്ട്. സുഹൃത്തുക്കളും മോശമായ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. തെളിവുകൾ സഹിതമാണ് പലരും സംസാരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടെ ഭാഗമായാണ് ഇതുണ്ടായത്. ചവിട്ടി പുറത്താക്കേണ്ട ആളാണ്. നിയമപരമായി നീങ്ങാത്തത് ഭയം മൂലമല്ല. ഉറപ്പുകൾ പലപ്പോഴും വാക്കുകളിൽ മാത്രമാണെന്നും തനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രായപൂർത്തിയാകും മുമ്പ് 2016 തന്നെ സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്ന് രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരുന്നു. ആരോപണത്തിന് പിന്നാലെ നടൻ സിദ്ദിഖ് താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചു. താരസംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാലിനാണ് നടൻ സിദ്ദിഖ് കത്ത് നൽകിയത്. സിദ്ദിഖിനെതിരെ കടുത്ത ആരോപണങ്ങൾ വന്നതിനാൽ കേസെടുക്കാൻ സർക്കാർ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ നീക്കം. നടൻ റിയാസ് ഖാനും മോശമായി സംസാരിച്ചു. ലൈംഗിക ചുവയോടെ അശ്ലീല മെസ്സേജുകൾ അയച്ചു. സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ തന്നോട് പറയണമെന്നും റിയാസ് ഖാൻ ആവശ്യപ്പെട്ടതായി രേവതി സമ്പത്ത് വ്യക്തമാക്കി. സിനിമാ സെറ്റിൽ ദുരനുഭവമുണ്ടായെന്ന നടി സോണിയ മൽഹാറും വെളിപ്പെടുത്തി. തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് 2013 താരത്തിന് നേരെ സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായത്. മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചുവെന്ന് അവർ പറഞ്ഞു. വളരെയേറെ ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാൾ നിന്ന് ഉണ്ടായപ്പോൾ പേടിച്ചുപോയി എന്നും അവർ പറഞ്ഞു. അയാളെ തള്ളിമാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവാണ്, വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് അയാൾ മറുപടി പറഞ്ഞെന്നും നടി വ്യക്തമാക്കി. സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്ന് പറഞ്ഞുവെന്നും സോണിയ പറഞ്ഞു. തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ലെന്നും അവർ വ്യക്തമാക്കി. 2013 തൊടുപുഴ ഷൂട്ടിന് പോയതാണ്. വലിയൊരു നടന്റെ സിനിമയായിരുന്നു. എന്റെ ഭർത്താവാണ് ട്രെയിൻ കയറ്റിവിട്ടത്. ഓഫീസ് സ്റ്റാഫിന്റെ വേഷമായിരുന്നു. മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി ഈ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു. ആദ്യമായാണ് അയാളെ കാണുന്നത്. വളരെയേറെ ആരാധിച്ച ആളായിരുന്നു. ഞാൻ ആദ്യം പേടിച്ചുപോയി. ഞാൻ തള്ളിമാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവാണ്, വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്ന് അയാൾ മറുപടി പറഞ്ഞത്. ഞാൻ നോക്കിക്കോളാം, സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്നൊക്കെ പറഞ്ഞു. ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നി എന്നും അയാൾ പറഞ്ഞു. പിന്നീട് ക്ഷമ ചോദിച്ചു. അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അയാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ്. ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത് എന്നും അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.